വലിയ മുഖവരിയൊന്നും ആവശ്യമില്ല. വിജയൻ്റെ കാർട്ടൂണിനെ കുറിച്ച് പോലും ഞാൻ സാധാരണ ഒരു പൊതുവേദിയിലും കേൾക്കുന്നതിലുമേറെ കാര്യങ്ങൾ ആദ്യത്തെ അരമണിക്കൂറിൽ തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞു. സാധാരണ സംഭവിക്കാറില്ല. വിജയൻ എന്ന എഴുത്തുകാരനെ കുറിച്ച് ഒരുപാട് പറഞ്ഞതിന് ശേഷമാണ് വല്ലപ്പോഴും അദ്ദേഹത്തിലെ കാർട്ടൂണിസ്റ്റിനെ ഓർമ്മിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ഒരു സന്ദർഭമുണ്ട് വിജയനെ എന്ന കാർട്ടൂണിസ്റ്റിനെ ഒരു വട്ടം കൂടി ഓർക്കാൻ. അതിന് പ്രധാന കാരണം ഇപ്പം നമ്മൾ ജീവിക്കുന്ന കാലം തന്നെയാണ്. ഇത് ഒരു കാർട്ടൂണിസ്റ്റിനെ മാത്രമല്ല, ഒരു സാഹിത്യകാരനെയോ സാധാരണ ഏത് മനുഷ്യനെ എവിടെയും ബാധിക്കുന്ന ഒരു മനുഷ്യൻ വൈറ്റ് ഹൗസിൽ ചെന്ന് അധികാരം ഏറ്റെടുത്ത് അതിവിചിത്രമായ ഒരു അബ്സേർഡായിട്ടുള്ളൊരു കാലത്തിൽ നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് കാണുന്ന സബർബൻ പേപ്പേഴ്സ്, പല ഭാഷകളിലുള്ള പത്രങ്ങളിൽ, പ്രാദേശിക പത്രം, ഉപപ്രാദേശികം എന്ന് പോലും പറയാവുന്ന പത്രങ്ങളുടെ തലവാചകത്തിൽ നിരന്തരമായിട്ട് ട്രംപ് എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്. ഇങ്ങനെയൊന്നും ഞാൻ എൻ്റെ പത്രവായന ചരിത്രത്തിൽ, എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥിരമായിട്ട് നമ്മുടെ ലോക്കൽ പേപ്പറുകളിൽ തലവാചകമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇപ്പോഴാണ് നമ്മൾ വിജയനെ ശരിക്കും മിസ് ചെയ്യുന്നത്. കാരണം വൻ പ്രമേയങ്ങൾ വെച്ച് ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളെയും ബന്ധപ്പെടുത്തി നമുക്കൊരു ഉൾക്കാഴ്ചയും, സച്ചിമാഷ് പറഞ്ഞ പോലെ പ്രവചനത്തിൻ്റെ ശക്തിയോടുകൂടി കാർട്ടൂണുകൾ വരയ്ക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ആദ്യത്തെ ചില വിജയൻ്റെ ഏർലി ടൈംസ് അങ്ങനെ ക്രോണോളജിക്കലായിട്ട് എനിക്ക് കാണിക്കാനുള്ള സമയമില്ല. ഇപ്പോൾ ഒരുപാട് സമയമെടുക്കും. കാരണം 58 മുതൽ 89 വരെ ഏതാണ്ട് 30 കൊല്ലത്തോളം സജീവമായിട്ട് പ്രൊഫഷണൽ കാർട്ടൂണിങ് ചെയ്തിട്ടുണ്ട് വിജയൻ. അപ്പോൾ അതങ്ങനെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു ഘട്ടത്തിൽ തുടങ്ങിയിട്ട് നമുക്ക് ഇവിടെ പ്രസക്തമായ ഒരു കാർട്ടൂൺ വെച്ച് ഞാൻ തുടങ്ങാം. ഇത് 79 ബ്രഷ്നേവിൻ്റെ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് 10 കൊല്ലം മുമ്പ് 79 അഫ്ഗാനിസ്ഥാനിലേക്ക് സോവിയറ്റ് ട്രൂപ്സ് മാർച്ച് ചെയ്ത സമയത്ത് വന്ന കാർട്ടൂണാണിത്. സ്റ്റേറ്റ്സ്മെനിൽ വന്ന കാർട്ടൂണാണ്. വായിക്കാൻ പറ്റുമോ? അതിൻ്റെ ക്യാപ്ഷൻ, വി ആർ ദ സോവിയറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലേഡി ലുക്കിംഗ് ഫോർ നോവൽ ആൻഡ് റൂട്ട് എന്നാണ്. ഇന്ദിരാഗാന്ധിയോട് പറയുന്നതാണ്. പാകിസ്ഥാന് പുറത്തുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്. അത് അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്ന സോവിയറ്റ് യൂണിയൻ്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായി ബന്ധപ്പെടുത്തി അതിൻ്റെ ഇമ്പീരിയലിസ്റ്റ് സ്വഭാവം വ്യക്തമാക്കുന്ന ഒരു കാർട്ടൂണാണ്. ഈ കാർട്ടൂൺ അച്ചടിച്ച ലിൻസെ എമേഴ്സൺ ആയിരുന്നു എഡിറ്റർ അന്ന് സ്റ്റേറ്റ്സ്മെനിൽ. പിന്നീട് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, വി വർ വണ്ടറിങ് വാട്ട് ടു റൈറ്റ് ആഫ്റ്റർ ദിസ്. ഇനി എന്ത് എഡിറ്റോറിയൽ എഴുതുന്നു. ഈ കാർട്ടൂണിൻ്റെ പ്രസക്തി ഇപ്പോൾ ഇത്തരം കാർട്ടൂണുകളെല്ലാം നമ്മൾ പഴയ ഒരു കാലത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത് സച്ചിമാഷനോട് തിരുത്തി ഈ വൻപ്രമേയങ്ങൾ വീണ്ടും തിരിച്ചു വരുന്ന ഒരു കാലത്തേക്കാണ് ഈ ട്രംപ് കാരണം നമ്മൾ കൂടുതൽ പോയിരിക്കുന്നത്. പുടിൻ തന്നെ തുടങ്ങി വെച്ചു. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് വിജയൻ്റെ സെൻറ്റിനറിയെ പറ്റി ആലോചിക്കുമ്പോൾ വിജയൻ്റെ കംപ്ലീറ്റ് ഉണ്ടല്ലോ, പല വിജയന്മാരിലേക്ക് കടക്കാനുള്ളൊരു പ്രവേശികയായിട്ട് വിജയൻ്റെ കാർട്ടൂണുകളായിരിക്കും നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക. അത് മലയാളം ഭാഷയുടെ പ്രശ്നം കൊണ്ടല്ല, മിക്കവാറും മലയാളം അറിയുന്ന ആൾക്കാരുടെ വായനയിലും കോമിക്സും കാർട്ടൂണും ഒക്കെ ഒരു പ്രധാന ഭാഗമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടും കൂടി നമ്മളിപ്പോൾ ഒരു സെൻറ്റിനറി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ വിജയൻ്റെ നന്നായിട്ട് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള കാർട്ടൂൺ ഷോകൾ സാഹിത്യ അക്കാദമി നടത്തണം. ലളിതകല അക്കാദമിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഒരു സാഹിത്യത്തിൻ്റെ താല്പര്യത്തിന് കൂടി ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അതെല്ലാവരും ചെയ്യേണ്ടി വരും. കാരണം ഇങ്ങനൊരു അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ വരച്ച കാർട്ടൂണിസ്റ്റാണ്. പണ്ടാണെങ്കിൽ കാലിക പ്രസക്തിയൊക്കെ നമ്മൾ ആലോചിക്കും. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ഈ കാർട്ടൂണുകളോട് ചെറുപ്പക്കാരെങ്ങനെ റിലേറ്റ് ചെയ്യും, നമ്മളെങ്ങനെ റിലേറ്റ് ചെയ്യും? ഇത് വന്നിട്ട് കൊല്ലം എത്രയായി? 44 കൊല്ലോ 45 കൊല്ലമായി. പക്ഷെ ഞാൻ അടുത്ത ഈ 2 കഥാപാത്രങ്ങൾ നമ്മൾ മാറ്റുന്നു. ബ്രഷ്നേവിന് പകരം നമ്മൾ പുടിനെ ഇടുന്നു. ഇന്ദിരാഗാന്ധിക്ക് പകരം മോദിയെ ഇട്ടാൽ ഈ കാർട്ടൂൺ വർക്ക് ചെയ്യും. ഇന്നലെ വരച്ച കാർട്ടൂൺ പോലെ തോന്നും. ഉക്രൈനിലേക്ക് പോകുന്ന പുടിൻ ഒന്നും മാറ്റിയിട്ടില്ല. ഇതുപോലെ തന്നെ മാവോവിനെ പറ്റി ശങ്കർ സീറ്റിൽ വരച്ച കാർട്ടൂണാണ്.
മാവോയുമായിട്ട് അമേരിക്ക വളരെ അസാധാരണമായ രീതിയിൽ അടുക്കുകയും കിസിഞ്ചർ ചെന്ന് കാണുകയൊക്കെ ചെയ്ത സമയത്ത് വലിയ ചരിത്രപരമായ ഒരു മൂവായിരുന്നു. ആ സമയത്ത് വരച്ച കാർട്ടൂണാണ്. അപ്പോൾ മാവോനെ പോലെ ഒരാളെ, നിക്സനെ പോലൊരു ചരിത്രം സൃഷ്ടിച്ച ഒരാളെ, നിക്സനെ പോലൊരു ബിരുദനായ പ്രസിഡന്റ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ് ചോദ്യം. അതിൻ്റെ പുതിയ രീതി ഇപ്പോൾ കാണാം. ഒരു ട്രംപിനെ പോലൊരു ഒരു ഒരു ചതുരനായ കച്ചവടക്കാരൻ ഈ സി ജിൻപിങ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ഈ കാണും. പിന്നെ ഇത് ആണ് വിജയൻ്റെ ഒരു പൊതു രീതി. ക്ഷണികമായ വാർത്തയോട് ക്ഷണികമായിട്ട് പ്രതികരിക്കാതെ എപ്പോഴും അതിൻ്റെ പുറകിലുള്ളൊരു ഡിബേറ്റിൻ്റെ ഒരു ത്രെഡ് പിടിച്ച് ഇങ്ങനെ പോയിരുന്നു. ഇപ്പോൾ വിജയൻ്റെ കാർട്ടൂണുകളെ പറ്റി പറയുക, രാവിലെ തുടങ്ങുകയും വൈകുന്നേരം കോഫി ഹൗസിൽ അവസാനിക്കുകയും ചെയ്യുന്ന കാർട്ടൂണാണെന്നാണ്. അത്രയും നേരം കാലദൈർഘ്യം അതിനെപ്പറ്റി ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വൻ പ്രമേയങ്ങൾ, പബ്ലിക് ഡിബേറ്റ്. ഈ പബ്ലിക് ഇൻ്റലക്ച്വലിൻ്റെ റോൾ ഒരുപക്ഷെ വിജയൻ തുടങ്ങി വയ്ക്കുന്നത് കാർട്ടൂണിസ്റ്റ് എന്നുള്ള നിലയ്ക്കായിരിക്കണം. ഇതാണ് ശങ്കേഴ്സ് വീക്കിൽ നേരത്തെ ഉള്ള ശൈലിയിൽ 60കളുടെ ആദ്യം 58ലാണ് ശങ്കേഴ്സ് വീക്കിൽ വരയ്ക്കാൻ തുടങ്ങുന്നത്. ആദ്യകാലത്ത് വിജയൻ വരച്ചൊരു കാർട്ടൂണാണ്. മൊറാർജി ദേശായിയാണ്. അപ്പോൾ പോലും പബ്ലിക് സെക്ടർ പ്രൈവറ്റ് സെക്ടർ ഇഷ്യൂ ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. വെറും ഒരു വാർത്തയോടുള്ള പ്രതികരണമല്ല അതിനപ്പുറം. ഇതുപോലെ അവസാന വാക്ക് പറയുന്നതിനപ്പുറം എപ്പോഴും പ്രകോപിപ്പിച്ച് ചർച്ചയെ നീട്ടുക, കോൺവെർസേഷനിലേക്ക് കൊണ്ടുപോവുക. അതാണ് വിജയൻ്റെ ഒരു രീതി. നമ്മൾ നേരിട്ടൊരു കാർട്ടൂൺ കാണുമ്പോൾ ഞാനൊക്കെ ഇരിക്കുമ്പോൾ വരച്ചാൽ ഞാൻ ചോദിക്കും, ഇത് കുറച്ചുകൂടി അടിവരയിട്ട് പറഞ്ഞൂടെ എന്ന്. അപ്പോൾ പറയുന്ന അടുത്തൊരു കാർട്ടൂൺ വരയ്ക്കാമെന്നാണ്. അങ്ങനെയാണ് അതിങ്ങനെ ഒരു 67 ശങ്കേഴ്സ് വീക്കിൽ വരച്ച ഒരു കാർട്ടൂൺ ശൈലിയിലേക്കൊരു വ്യത്യാസം. അന്ന് PL 480 നമുക്ക് ഭക്ഷ്യകാര്യങ്ങളിൽ സ്വയം പര്യാപ്തത ഇല്ലായിരുന്നു. 71 വരുമെന്നാണ് പറഞ്ഞത്. അന്ന് സ്റ്റാർവേഷനുണ്ട്. അപ്പോഴും സ്റ്റാർവേഷനിൽ നിന്നും വിശപ്പിലേക്ക്, പട്ടിണിയിൽ നിന്നും ഈ വിശപ്പിലേക്ക് മാറിയ മാറ്റത്തെയാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇത് തന്നെയാണ് സച്ചിൻ മാഷൊക്കെ പറഞ്ഞ പോലെ ഈ കംപ്ലീറ്റ് കൊലാപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ സ്ഥാപനങ്ങളുടെ തകർച്ച, കോൺഗ്രസ് പാർട്ടി മാത്രമല്ല മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ. അക്കാലത്താണ് അത് അടിയന്തരാവസ്ഥയ്ക്കൊക്കെ മുമ്പുള്ള 70കളാണ്. ഈ കാലത്ത് വിജയൻ്റെ 2 കണ്ടംപററീസും ഇതേ വേവ് ലെങ്ത്തിൽ വരച്ചിരുന്നു, അബു എബ്രഹാമും രജീന്ദർ പുരിയും. എല്ലാവരും തീക്ഷ്ണമായിട്ട് വരച്ചത് രജീന്ദർ പുരിയും വിജയനുമാണ്. ഇവർ വിടാതെ പറഞ്ഞിരുന്നു. ഇവർ അടിയന്തരാവസ്ഥയെക്കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗണിനെ പറ്റി 72, 73, 74 പറഞ്ഞിരുന്നു. 75 മറ്റൊരു ജേർണലിസ്റ്റും അതങ്ങനെ പറഞ്ഞിട്ടില്ല. അന്നത്തെ എഡിറ്റേഴ്സ് വളരെ ലിബറലായിരുന്നതുകൊണ്ട് ഹിന്ദു പോലൊരു പത്രത്തിൽ വിജയൻ പറഞ്ഞിരുന്നു. ഹിന്ദു പൊതുവെ കോൺഗ്രസിനെ ശക്തമായിട്ട് എതിർക്കാത്തൊരു പത്രമാണ്. അതിൽപോലും വിജയൻ പറഞ്ഞിരുന്നു ഈ കോടതി, സാംസ്കാരിക സ്ഥാപനങ്ങൾ ഒക്കെ കൊല്ലാപ്സ് ചെയ്യും. കോൺഗ്രസ് പാർട്ടിയോടൊപ്പം മറ്റ് പല ജനാധിപത്യ സ്ഥാപനങ്ങളും കൊല്ലാപ്സ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു കാർട്ടൂണൊക്കെ ഇന്ന് പോലും നമ്മൾ കാണാറില്ല ഇന്ത്യൻ പ്രസ്സിലോ പുറത്ത്. ഒരു ഇഷ്യൂ എടുത്ത് അതിനിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രാഫിക് സ്റ്റൈലും വിജയൻ ഉണ്ടാക്കി. നേരത്തെ പറഞ്ഞ മാതിരി അനറ്റോമിക്കലായിട്ട് വെറും ക്യാരക്ടേഴ്സിനെ വരച്ച് വെക്കുന്നതിന് പകരം വളരെ ഗ്രാഫിക്കായിട്ട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഡിസൈനിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു തരം സ്റ്റൈൽ. ഇത് ഏഷ്യാഡ് കാലത്ത് വരച്ച കാർട്ടൂണാണ്. ഈ അപ്പോഴും പേരിട്ടൊരാനയായിരുന്നു ഏഷ്യാഡിൻ്റെ മാസ്കറ്റ്. ഇത് സ്റ്റേറ്റ്സ്മെനിലാണ് അടിച്ചു വന്നത്. സത്യജിത്തിനെ വിളിച്ച് സംസാരിച്ചു എന്ന് എഡിറ്റർ പറഞ്ഞിട്ടുണ്ട് ഈ കാർട്ടൂൺ കണ്ടപ്പോൾ രാവിലെ. രാജീവ് ഗാന്ധിയുടെ വരവ് ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ വന്ന കാർട്ടൂണാണ്.
looking for a toy to play with child, but I am 700 million people and centuries of history. ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോഴും ഡിബേറ്റ് ചെയ്യപ്പെടുന്ന അതിൻ്റെ ഒരു ട്വിസ്റ്റാണ്. ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി എന്നാണ് പറയുന്നത്. അന്നത്തെ ഭരണകക്ഷി ഇത് സഹിച്ചു. ഇന്നത്തെ ഒരു ഭരണകക്ഷി ഇത് സഹിക്കുമെന്ന് തോന്നുന്നില്ല. വിജയൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് ഇതായി ഒരു പേഴ്സ്യൂട്ടായിരുന്നു ഇത്. എന്തുകൊണ്ടാണ് വെറും പ്രതിപക്ഷം മാത്രം ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഒരു ദേശീയ ബദൽ ഉണ്ടാകാതിരിക്കുന്നത്? അതിനെക്കുറിച്ച് അതിലെ വ്യത്യാസം വിജയൻ കൃത്യമായിട്ട് കാർട്ടൂണുകളിലും എഴുത്തിലും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നതൊക്കെ വേറൊരു കക്ഷികൾ വന്ന് അതിലും അവിദഗ്ധമായിട്ട് ചെയ്യുക, അങ്ങനെ ജനതാ പാർട്ടിയെ പോലെ ചിഹ്ന ഭിന്നമായി പോവുക. അതിന് പകരം ദേശീയ ബദൽ എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്നുള്ള ഒരു ചിന്ത. ഇതാണ് സച്ചിമാഷ എന്ന് പറഞ്ഞ ഇവിടെ പ്രസ്താവിച്ച കാർട്ടൂൺ. ബൂട്ടോ അസാസിനേറ്റ് ചെയ്ത പിറ്റേ ദിവസം ഇതുപോലെ സ്റ്റേറ്റ്സ്മെൻ്റെ മാസ്റ്ററിൻ്റെ തൊട്ട് താഴെ 4 കോളത്തിലടിച്ച കാർട്ടൂണാണിത്. ഇതിനുശേഷം എമേഴ്സൺ 3 ദിവസം വിജയൻ്റെ ഒരു കാർട്ടൂൺ അടിച്ചില്ല. എഡിറ്റർ കാരണം ഇങ്ങനെ മറ്റൊരു കാർട്ടൂൺ എങ്ങനെ പ്രസിദ്ധീകരിക്കുമെന്നാണ് ചോദിക്കുന്നത് എഡിറ്റർ. അത്ര ഇങ്ങനെയൊക്കെ ഒരു കാർട്ടൂണെ കൂടി പറയാൻ പറ്റുന്ന ഒരു ലേഖനത്തിലോ എഡിറ്റോറിയലിലോ പറയുന്നതിനപ്പുറം ചരിത്രം. പിന്നീട് 2 സൂപ്പർ പവേഴ്സും തമ്മിൽ വ്യവസ്ഥാപിത ഇടതുപക്ഷം കണ്ട വ്യത്യാസമൊന്നും വിജയം കണ്ടില്ല. അധികാരം ഒരേ രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ള ഇതിൻ്റെ ഒരു മലയാള വേർഷനും വിജയൻ മാതൃഭൂമിയിൽ വരച്ചിട്ടുണ്ട്. ഒരതിർത്തി വരെ ഞങ്ങൾ ഗാന്ധിയന്മാരാണെന്ന്. ഇത് ആനിമൽ ഫാമിൻ്റെ അവസാന വാചകം. ജനതാ പാർട്ടിയുടെ കൊലാപ്സ്, മൊറാർജി ദേശായിക്കെതിരെ ചരൺ സിംഗും രാജ്നാരായണനും ഒക്കെ കൂടി ഇന്ദിരാഗാന്ധിയുടെ സന്ധി ഉണ്ടാക്കി ജനതാ പാർട്ടിയെ നശിപ്പിച്ച ഈ ദേശീയ ബദലിൻ്റെ ഏറ്റവും ട്രാജിക് എൻഡ്. അതിനിടയ്ക്കുള്ള ചരൺ സിംഗിൻ്റെ അതാണ് ഈ നാട്യപ്രകാരം നഗരം ദരിദ്രം ജാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. അത് ആ ബജറ്റ് വന്ന സമയത്ത് വരച്ചതാണ് ചരൺ സിംഗിൻ്റെ. ഒരു നിലവിളക്കിൻ്റെ മുമ്പിൽ ചമ്മരം പടിഞ്ഞിരിക്കുന്ന ഒരു കാരണവരായിട്ടാണ് മാതൃഭൂമിയിൽ വരച്ചത്. അതിൻ്റെ ഇംഗ്ലീഷ് രൂപമാണ്. ഇൻഫ്ലേഷൻ തലയുടെ അകത്തുള്ള അഹന്തയാണ്. ഇടതുപക്ഷത്തെ പിന്നെ ഇങ്ങനെ ഇടതിനെയും വലതിനെയും ഇങ്ങനെ പരിഹസിച്ചിട്ടുള്ളൊരു കാർട്ടൂണിസ്റ്റില്ല. ഇടതിനെ പ്രത്യേകിച്ച് ഇടതിൻ്റെ പദാവലിയൊക്കെ വിജയൻ ശരിക്കും അറിയാമായിരുന്നു. അത് ഈ ക്രിട്ടിക്കൽ ഇൻസൈഡർ എന്ന് നിർമ്മൽകുമാർ പറഞ്ഞതിലൊരു സത്യമുണ്ട്. ഈ വാസ് എ റിയൽ ഇൻസൈഡർ ഇൻ ദ ലെഫ്റ്റ്. അപ്പോൾ അകത്തിരുന്നുകൊണ്ട് അവർ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ഭാഷ വിജയൻ അറിയായിരുന്നു. EMS, വിജയൻ്റെ പ്രിയപ്പെട്ട EMS വിതറിങ്ങ വേദ സ്റ്റേറ്റ് 3 തവണ ഉണ്ടായിരുന്നതാണ്. 3 തവണ ഇടതുപക്ഷ മുന്നണി മന്ത്രിസഭകൾ പിരിച്ചുവിടപ്പെട്ടപ്പോഴാണ്. ഇപ്പോൾ നടന്ന ഈ സുനിത വില്യംസ് തിരിച്ചു വന്നതിൻ്റെ പേരിൽ കുറേ കാർട്ടൂണുകൾ ഉണ്ടായിട്ടുണ്ട്. പോയ ലോകത്തേക്കല്ല തിരിച്ചു വരുന്നത്, വീണ്ടും തിരിച്ചു പോകണമെന്നൊക്കെ ചോദിച്ചിട്ടുള്ള കാർട്ടൂണുകൾ ഉണ്ടായിട്ടുണ്ട്. മാധവൻ്റെ 4ാം ലോകമൊക്കെ ഓർക്കാവുന്നതാണ് ആ ഒരു അന്തരീക്ഷം. ഇതാണ് സച്ചിമാഷ് പറഞ്ഞ മീൻ ലാംപ്. ഇത് ഹിന്ദു പോലൊരു പത്രത്തിലാണ് അടിച്ചു വന്നതെന്ന് ഓർക്കണം. സാധാരണഗതിയിൽ ഇന്ത്യൻ എക്സ്പ്രസിനെ പോലെ അന്ന് ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒന്നും പ്രകടമായ രീതിയിലല്ലാത്ത ഹിന്ദു പോലൊരു പത്രത്തിലാണ് വിജയൻ വരച്ചത്. അന്ന് ഹിന്ദുവിലെ പത്രത്തിൽ രജീന്ദ്രപുരി നേരത്തെ വരച്ചിട്ടുണ്ട് വിജയന് മുമ്പ്. അന്ന് കാർട്ടൂണിസ്റ്റിനെ കുറിച്ചുള്ള എഡിറ്റോറിയൽ ആറ്റിറ്റ്യൂഡ് വളരെ പ്രോഗ്രസീവായിരുന്നു ഇന്നത്തെക്കാളും. ധാരാളം വൈറ്റ് സ്പേസ് ഒക്കെ വിട്ട് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യാനൊക്കെ ഈ വിജയൻ്റെ കാർട്ടൂണിനെ ഏറ്റവും ഭംഗിയായിട്ട് അച്ചടിച്ചത് ഹിന്ദുവാണ്. ഈ ബോർഡറൊന്നുമില്ലാതെ ചെറുതായിട്ട് ഷ്രിങ്ക് ചെയ്ത് ഗ്രേ മാറ്ററിൻ്റെ അകത്ത് എഡിറ്റർ എഴുതി വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കസ്തൂരി എൻ്റെ എഡിറ്ററായിരുന്നു. അപ്പോൾ വിജയൻ്റെ ഒറിജിനൽസിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ടാവും റെഡ്യൂസ് ടു 2.75 കോളംസ് പ്രിൻ്റ് അക്രോസ് 3 കോളംസ്. ഒരു എഡിറ്റർ ഇങ്ങനെ എഴുതുന്നത് ഇത്രയും ശ്രദ്ധിച്ചാണ്. ഇത് വെറും ഒരു സാധനം എടുത്ത് ചടങ്ങിന് പോലെ അടിക്കുന്നതല്ല, അത് അടിച്ചാൽ എങ്ങനെ വരണമെന്നുള്ള ശരിക്കുള്ള നിഷ്കർഷയോടുകൂടി അടിച്ചിരുന്നു. പിന്നീട് ഒരു വിജയൻ സാധാരണ എല്ലാ കാർട്ടൂണിസ്റ്റുകളും ഗാന്ധി ബിംബത്തെ ഉപയോഗിക്കും. ഗാന്ധിയുടെ കാലത്തിന് ശേഷം വന്ന് ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കും. ഗാന്ധിജിയാണ് ഇന്ത്യൻ കാർട്ടൂണിലെ സൂപ്പർ സ്റ്റാർ. ഒരു കാലത്തോടൊന്നും പോകുന്നില്ല മൂപ്പര്. പക്ഷെ വിജയൻ മാത്രം ഗാന്ധിജി ഉപയോഗിച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്, വ്യത്യസ്തമാണ്. ഗാന്ധിജിയെ പഴയ ആദർശ രാഷ്ട്രീയത്തെ ഓർമ്മിക്കാൻ വേണ്ടിയൊക്കെയാണ് പലരും പറയുന്നത്. ഗാന്ധിജിക്ക് എന്തോ പറ്റി, ഗാന്ധിയൻ വാല്യൂസിന് എന്തോ പറ്റി, അങ്ങനെ ഒരു പഴയ ഒരു ലെമൻറ്റ്,
ഒരു വിലാപം പലക. വിജയൻ അതല്ല പറയും. വിജയൻ സീസ് ഗാന്ധി ആസ് എ കണ്ടംപററി പോസിബിലിറ്റി. സമകാലിക രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ട് ഗാന്ധി ഇല്ലെന്നാണ് വിജയൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആണ് JP ഗാന്ധിയാക്കുക ചെയ്തത്. JP മൂവ്മെൻറ്റിൻ്റെ സമയത്ത് വരച്ചാണ്. വളരെ വളരെ വ്യത്യസ്തമായിട്ട് ഇത് വേറൊരു കാർട്ടൂണിസ്റ്റ് ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇത് കൺസിസ്റ്റൻ്റായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു JP മൂവ്മെൻറ്റിൻ്റെ കാലത്ത്. അത് ഗാന്ധിയും JPയും തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മൊത്തം വിജയൻ കോൺഗ്രസിനെ ഒക്കെ കണ്ടത് ഗാന്ധി ഒരു അളവുകോല് വെച്ചാണ്. സ്റ്റാലിൻ, ഹിറ്റ്ലർ. ഇങ്ങനെ ഒരു ഡേവിഡ് ലോ കാർട്ടൂണുണ്ട്. ഈ പ്രശസ്തമായ കാർട്ടൂൺ, എല്ലാ കാലത്തെയും ഏറ്റവും വലിയ കാർട്ടൂൺ എന്ന് വേണമെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പലരും പറയുന്ന കാർട്ടൂണാണ്. ഈ പല ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം ഇത്. പോളണ്ടിലേക്ക് റഷ്യൻ ട്രൂപ്സും ജർമ്മൻ ട്രൂപ്സും കൂടി മാർച്ച് ചെയ്ത് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്ന സമയത്ത് കാർട്ടൂണാണ്. ലോകത്തെ സ്തംഭിപ്പിച്ച ഇവൻറ്റ്സ് ആയിരുന്നു അത്. അപ്പോൾ ഇവർ തമ്മിൽ നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അതെ അതെ അത് ഈ എല്ലാവരും ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഇവർ തമ്മിലുള്ള ഐഡിയോളജിക്കൽ റൈറ്റും ലെഫ്റ്റും ഉണ്ടോയെന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്ന ദ സ്കം ഓഫ് എർത്ത് ഐ ബിലീവ് ദ ബ്ലഡി അസാസിൻ ഓഫ് ദ വർക്കേഴ്സ് ഐ പ്രസ്യൂം എന്നാണ് മരിച്ചു കിടക്കുന്ന പോളിഷ് ആളെക്കുറിച്ച് പറയുന്നത്. ഇതായിരുന്നു വിജയൻ്റെ, എനിക്ക് തോന്നുന്നു, രാഷ്ട്രീയത്തെക്കുറിച്ച്, അധികാര രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വിജയൻ്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട്. ആരധികാരം കൈകാര്യം ചെയ്യുമ്പോഴും അത് ചോദ്യം ചെയ്യപ്പെടണം. അത് സൂക്ഷ്മമായിട്ട് കാർട്ടൂണിസ്റ്റ് നോക്കണം, ജനവും വായനക്കാരും അറിയണമെന്നുള്ള ഒരു. ഞാനിവിടെ നിർത്തുകയാണ്. ചോദ്യോത്തരങ്ങൾ ഏതെങ്കിലുമൊക്കെ കഴിഞ്ഞൊക്കെ പറയാൻ സൗകര്യമുള്ളപ്പോൾ പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലായിട്ട് വളരെ സന്തോഷമുള്ളൊരു വൈകുന്നേരം അത്. കാരണം 5 കൊല്ലം കഴിഞ്ഞ വിജയൻ്റെ സെൻറ്റിനറിയാണ്. അപ്പം ഞങ്ങൾ അബുവിൻ്റെ സെൻറ്റിനറി കഴിഞ്ഞ കൊല്ലം നമ്മൾ നടത്തുമ്പോൾ വളരെ എളുപ്പത്തിൽ അബുവിൻ്റെ വർക്ക് നമുക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അതുപോലൊരു ഒരു ഒരു ജോലി വിജയൻ്റെ കാര്യത്തിൽ നേരത്തെ തുടങ്ങണം. അത്ര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആർക്കൈവ്സ് ഒന്നുമില്ല വിജയൻ്റെ. പിന്നെ ഇവിടെ നടന്നത് എൻ്റെ കണ്ണിൽ ആ സെൻറ്റിനറിയുടെ സെലിബ്രേഷൻ്റെ ഉദ്ഘാടനമാണ്. കാരണം വിജയനെ ഇങ്ങനെ തന്നെയാണ് ഓർമ്മിക്കപ്പെടേണ്ടത്. ഈ പുസ്തകമായിരിക്കും ആ സെൻറ്റിനറി സെലിബ്രേഷൻ ഓർഗനൈസ് ചെയ്യുന്ന ഒരാളുടെ കയ്യിലുള്ള ഏറ്റവും നല്ല മാർഗദർശന രേഖ ഈ പുസ്തകമായിരിക്കും. ഞാൻ മാഷോട് എനിക്ക് നന്ദിയുണ്ട് ഈ വികാരനോട്. മാഷൊന്നും വിട്ടുകളഞ്ഞില്ല.